മച്ചാനെ സുമേഷ് ഏട്ടൻ ട്രാവലിൻ്റെ വരയിലൂടെ ഒരു യാത്ര പാർട്ട് 6ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ യാത്രയുടെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൻ ഓൾ എന്ന് പറഞ്ഞ എനേബിളാക്കുക, എന്നാൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ പകുതിയാകുമ്പോഴേക്കും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. നമ്മളിപ്പോൾ ആലപ്പുഴ നാഷണൽ ഹൈവേ NH-66 നിന്ന് റൈറ്റ് തോട്ടപ്പള്ളി പാലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് നേരെ റൈറ്റ് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ ഉള്ളൂ. അകത്തോട്ട് പോകണം. കുമാരകോടിയാണ് സ്ഥലം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മുടെ കുമാരനാശാൻ സ്മാരകം ഒന്ന് കാണണം. അപ്പോൾ പോണ വഴിക്കായതുകൊണ്ട് അതൊക്കെ കണ്ടിട്ട് കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നേരെ ആ വഴി പോവുകയാണ് നമ്മൾ. അവിടെ നിന്ന് നേരെ നമുക്ക് വീണ്ടും നാഷണൽ ഹൈവേയിലോട്ട് കയറാൻ പറ്റും. ഇപ്പോൾ ഇതാ ബോർഡ് കാണുന്നുണ്ട് ലെഫ്റ്റ് കട്ട് ചെയ്യാനായിട്ട്. നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോവാം. ഇനി ഇവിടെ നിന്ന് കുറച്ചും ദൂരം കൂടി പോകാനുള്ളൂ. ഈ റൈറ്റ് കാണുന്ന റോഡാണ് നമുക്ക് വീണ്ടും നാഷണൽ ഹൈവേയിലോട്ട് പോകാനുള്ളത്. ഇതേ നമ്മൾ സ്ഥലം എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്തി കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ ആശാൻ സ്മാരകത്തിൻ്റെ തൊട്ട് ഇടതുവശത്തായിട്ട് തന്നെ ഇങ്ങനെ ഒരു SNDP ഒരു മന്ദിരമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അപ്പുറത്താണ് ഒരു സ്കൂളൊക്കെ ആയിട്ടാണ്, UP സ്കൂളാണ്. അപ്പോൾ അതിനകത്താണ് ആശാൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1951 സ്ഥാപിച്ചതാണ്. പല്ലന സ്കൂളാണിത്. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപാട് റൂൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മഴയൊക്കെ പെയ്ത് നല്ലപോലെ ചളിയായിട്ട് കിടക്കുന്നുണ്ട്. നമുക്ക് ഈ സൈഡ് കൂടെ പോകാം. സ്കൂൾ ബിൽഡിങ്ങിൻ്റെ സൈഡിലുണ്ട് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് അറിയില്ല. കുറച്ച് പേര് അകത്തിരുന്ന് മീറ്റിംഗ് കൂടുന്നുണ്ട്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവർ. സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി പ്ലേസാണ്. ഇതിൻ്റെ സ്മാരകത്തിൻ്റെ തൊട്ടപ്പുറമൊക്കെ നല്ലൊരു വ്യൂ ആണ്. ഈ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇവിടെ അടിപൊളിയായിരിക്കും. അപ്പോൾ മച്ചാനതെ ഈ കാണുന്നതാണ് നമ്മുടെ കുമാരനാശാൻ സ്മാരകം. വളരെ ഭംഗിയിൽ, എന്നാൽ വലുതായിട്ടല്ല, ഒരു അത്യാവശ്യത്തിന് വലുപ്പത്തിൽ വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും അതുപോലെ തന്നെ അധ്യക്ഷൻ രമേശ് ചെന്നിത്തലയൊക്കെ ആയിരുന്നു എന്നാണ് തോന്നുന്നത്. നമുക്ക് അടുത്ത് പോയിട്ട് നോക്കാം. കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേരള സർക്കാർ വിനോദസഞ്ചാര വകുപ്പ് മഹാകവി കുമാരനാശാൻ സ്മൃതി മണ്ഡപം ഉദ്ഘാടനം 2019 ജൂൺ 21 ശ്രീ പിണറായി വിജയൻ. രമേശ് ചെന്നിത്തലയൊക്കെ അധ്യക്ഷനായിരുന്നു. ഫ്രണ്ട് മൊത്തം നല്ലൊരു ഗ്ലാസ് ഇട്ടിട്ടാണ്. ഇപ്പോൾ ചെരുപ്പ് ഊരണം. നമ്മൾ ഷൂ ഊരാൻ ഒരുപാട് ടൈം വേണം. അതുകൊണ്ട് വെള്ളമൊക്കെ ആയി ഇതായിട്ട് മഴ നനഞ്ഞിട്ടേ. അപ്പോൾ നമുക്ക് ഏതായാലും പുറത്തുനിന്ന് ഡോറ് തുറന്നിട്ട് അകത്തോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. വളരെ ഭംഗിയിൽ, എന്താ പറയുക, ഒരു നല്ലൊരു ഇൻറ്റീരിയൽ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല കൊത്തുപണികളും ശില്പങ്ങളൊക്കെ ആയിട്ട് ചുമരിൽ. പിന്നെ ഫുൾ AC ആണ്. പിന്നെ പുറത്തുതന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന താഴത്ത് കാണുന്ന ഒരു പലകയാണ്, പീഠം പോലെ. അതിൽ ചവിട്ടരുത് എന്നൊക്കെ ഇരിക്കരുത്, ചവിട്ടരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളും വീഡിയോസും ഒന്നും യൂട്യൂബിലധികം ഞാൻ കണ്ടിട്ടില്ല. പലരും വലിയ വലിയ സ്ഥലങ്ങളും എന്താ പറയുക അങ്ങനെയുള്ള തേടിപ്പോകുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് സ്കൂള്. പിന്നെ ആശാൻ്റെ മഹത്തായിട്ടുള്ള വചനങ്ങളൊക്കെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാറ്റുവിൻ ചട്ടങ്ങളെ, സ്വയം അല്ലെങ്കിൽ അത് മാറ്റും, അത് കളി നിങ്ങളെത്താൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ കേട്ട് ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഇതെല്ലാം. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമൊക്കെ ആയിട്ട് നല്ലൊരു ഗാർഡൻ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു നടക്കാനുള്ള വഴി നല്ലൊരു മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ തൊട്ട് ബാക്കിലായി തന്നെ കുമാരനാശാൻ്റെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു ശില്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് കാണുന്ന ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഒരു പുഴയാണ്. ഇപ്പോൾ മൊത്തത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ തന്നെ നല്ലൊരു, എന്താ പറയുക, ഒരു നല്ലൊരു കാറ്റ്. വളരെ മനോഹരമാണ് ഇവിടെ വന്നിരിക്കാനായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും.
ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഭയങ്കര എന്താ പറയുക, ഈ കാഴ്ചകളൊക്കെ കണ്ട് വളരെ മനോഹരമായിട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. അപ്പോൾ മച്ചാനെ ഒരു കാര്യം പറയാം, നമ്മൾ യാത്ര തുടങ്ങിയത് നമ്മൾ പോർട്രേറ്റ് വരച്ച് കിട്ടുന്ന കമ്മീഷനിലൂടെയാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലിക്കോ ആർക്കെങ്കിലുമൊക്കെ പോർട്രേറ്റ് വരച്ച് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ മൊബൈൽ നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. താങ്ക് യു.